സോ ഗൈസ്, മൈസെൽഫ് ആദിത്യ കേശവ്. നല്ല പേര്. ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആയിരിക്കും. ഞാൻ എൻ്റെ യൂട്യൂബ് ലൈഫ് ഇവിടെ പതുക്കെ തുടങ്ങുകയാണ്. ഒരു ഡെയിലി വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസവും എന്താ പറയുക, ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് പോലെ ഇങ്ങനെ ഇടുക, അതാണ് ഇപ്പം വിചാരിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് മറ്റേ കാനഡയത്തെ ലൈഫും കാനഡയിലെ ഒരു വലിയ സിറ്റിയായ ടൊറൻറ്റോ സിറ്റിയുടെ ഒരു ഭംഗിയും ഒരു സൗന്ദര്യമെല്ലാം ഇതിലൂടെ ഞാൻ കാണിച്ചു തരാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ടൊറൻറ്റോ ഡൗൺ ടൗണിലേക്കാണ്. ഇന്നിവിടെ സാറ്റർഡേ ആണ്. അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും. ഒരു ഈവനിങ് ടൈമാണ് ഇതിപ്പം. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, ഇതിപ്പോൾ ഏകദേശം ഞാൻ താമസിക്കുന്ന സ്ഥലത്തുള്ള അടുത്തുള്ള ഒരു ഇതാണ്, എന്താ പറയുക, ഒരു ഗ്രൗണ്ടാണ്. അവിടെ കാണുന്ന ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു 30-35 മിനിറ്റേ ഉള്ളൂ നമ്മളെ ഡൗൺ ടൗണിലേക്ക്. സോ നമുക്ക് അവിടേക്ക് പതുക്കെ യാത്രയാകാം. നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ട്രെയിൻ സർവീസ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടുത്തെ സ്റ്റേഷന്ന് നേരെ ബസ് പിടിക്കാൻ പോവാണ്. ബസ് കയറിയിട്ട് ബാക്കി നോക്കാം. അവസാനം എനിക്ക് കിട്ടി, ബസ് കിട്ടി. പക്ഷേ അപ്പാര തിരക്ക് എൻ്റെ മോനെ. ഇപ്പം ലേശം തിരക്ക് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ തിരക്ക് നേരെ റോട്ടിലേക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ശരിയായ ബ്ലോക്കാ പുറമെ. വെളിച്ചം പോകുന്നതിന് മുന്നേ അവിടെ എത്തിയാൽ മതിയായിരുന്നു ഡൗൺ ടൗണിൽ. അങ്ങനെ ഒരു വിധത്തിൽ ഇതാ ട്രെയിനിൽ കയറിയിരിക്കുന്നു. ഇനി ഒരു 4-5 സ്റ്റോപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മളെ സ്പോട്ടെത്തി. എൻ്റെ അമ്മേ, എനിക്കെന്നൊരു ഐഡിയ ഇല്ല എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയെന്ന്. നല്ല തിരക്കായിരുന്നു പുറമേ ഒക്കെ. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട്, സീറ്റൊക്കെ കിട്ടി, സന്തോഷമായി. ഇനി അവിടെ നിന്നാണ് അവസാനം നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ബി ഡൗൺ ടൗണിലേക്ക് ഇപ്പോൾ അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് ഉമ്മ ഡൗൺ ടൗൺ. കുറച്ചൊരു നൈറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നേരെ കാണുന്നതാണ് മറ്റേ CN ടവർ. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ ഏത് വഴിയാന്ന് ദൈവത്തിനറിയാം. എന്തായാലും ജസ്റ്റ് നടന്നു നോക്കുക പതുക്കെ. എൻ്റെ അമ്മ, കാര്യം പറയാലോ, ശരിയായ വൈബ്. എൻ്റെ പൊന്നു, മറ്റേലും പറയുന്ന പോലെ ശരിക്കും അതവസ്ഥ. ഇത് ശരിക്കും നേരിട്ട് കാണണം. എൻ്റെ അമ്മേ, ഈ വീഡിയോയിൽ ഏറെക്കുറെ എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും പക്ഷേ ഇതല്ല, ഇവിടെ വന്നിട്ട് നേരിട്ട് വന്നിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ എൻവയൺമെന്റ് കറക്റ്റ് അങ്ങ് ഫീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഫീലാണ് മോനെ. പക്ഷെ ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒന്ന് മനസ്സിലാവുണ്ടാവും എന്തായിരിക്കും അതിന്റെ രസം എന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി മോൻ, ഒരിക്കലെങ്കിലും ഇവിടെ വരേണ്ടതാണ്. നിങ്ങളെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു സ്ഥലമായിരുന്നു. നല്ല അടിപൊളി, ഏതാ രസം. നമ്മളിപ്പോ ഈ ടൗൺ ലൈഫ് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ, അത്യാവശ്യം നൈസ് ആയിരിക്കും. ഈ നാച്ചുറൽ വൈബ് ഒന്നുമില്ല ഇവിടെ. ഇപ്പോൾ ഏറെക്കുറെ മറ്റെന്താ പറയാ, നമ്മളെ മറ്റേ ഇപ്പോൾ ന്യൂയോർക്ക് ടൈം സ്ക്വയറും അതുപോലത്തെ ഒക്കെ ആ ഒരു വൈബായിരിക്കും കിട്ടുക. പക്ഷെ ഈ ഒരു വൈബ് എന്ന് പറഞ്ഞാലില്ലേ, അതൊരിക്കലെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട വൈബാ. ഫുള്ളിങ്ങനെ ഓണായി നിൽക്കാന്ന് പറയൂലേ, ഒരു സ്ഥലം ഫുള്ള്, അതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞാലില്ലേ, ഈ ക്യാമറയിലേക്കൊന്നും ഒരിക്കലും ഇങ്ങനെ നോക്കാനാവില്ല. ക്യാമറയ്ക്കല്ല, ഫോണിലേക്ക്. കാരണം അത്രയ്ക്കും രസം അങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കാൻ. നമ്മളെന്താ വീഡിയോ എടുക്കുന്നതും പോലും നമുക്ക് നോക്കാനാവില്ല. കാരണം അത്രയ്ക്കും അടിപൊളിയാണ്. ഈ പുറമുള്ള ആ ഒരു എന്റെ പൊന്നോ, എന്താ പറയണ്ട സാധനത്തിന്. നല്ല വേറെ തന്നെ ഒരു ഇതാണ്, വൈബാണ്. ആക്ച്വലി എനിക്ക്
വ്ളോഗ് എടുക്കാനോ ഇതാക്കാനൊന്നും എനിക്ക് വലിയ രീതിയിൽ അറിയൊന്നുമില്ല. മാത്രമല്ല ഇത് എൻ്റെ ആദ്യത്തെ ഇതുവാണല്ലോ, വ്ളോഗാണല്ലോ. അപ്പോൾ പിന്നെ എന്താ കുറേ ക്രിഞ്ച് ഡയലോഗും അല്ലെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം പറയലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. എന്നിട്ട് എൻ്റെ ഡയലോഗ് അടിയിൽ നോക്കണ്ട, സ്ഥലം നന്നായിട്ട് അങ്ങ് ആസ്വദിക്കുക. കാരണം ഇതില്ലേ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങിക്കിടക്കുന്ന സ്ഥലവുമല്ല. അങ്ങോട്ടേക്ക് പോയാൽ ഏതൊക്കെയോ സ്ഥലമുണ്ട്, ഇവിടേക്ക് പോയാൽ ഏതൊക്കെയോ ഉണ്ട്. അപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ചുറ്റിത്തിരിച്ചിങ്ങനെ കളിക്കുന്ന ഇതെല്ലാം കണ്ടിട്ട്. ബട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് നൈസായിട്ട് പോവാം. നോക്കട്ടെ, ഞാൻ ആദ്യം ഒന്ന് മാപ്പിലെങ്ങാൻ ഇട്ട് നോക്കട്ടെ എവിടേക്കാണ് നല്ലതെന്നുള്ള. Call me the freak of the fall. You feel like a bad boy while I'm King Kong. I'm the new high and you're the same bong. I know I'm hot, don't cry. Woo. Toxic 2 in the fall. I'm the new album, you're the same song. They say I'm sick and it won't take long till my sickness spread worldwide. Drop it. Ooh.